എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടൻ കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടി എല്ലോട് കൂടിയ മട്ടൻ നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ളത്. ഒരു 3 വലിയ സവാള, കറിവേപ്പില, ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകും ചതച്ചത്, പിന്നെ ഈ പച്ചമുളക്, തൊണ്ടൻ പച്ചമുളക് എന്ന് പറയും, ഞങ്ങൾ ഇറച്ചി പച്ചമുളക്, ഇത് കീറിയത് 2 എണ്ണം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വീത്തിയിട്ട് നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ പട്ട, 2 ഏലക്ക ഇട്ടിട്ട് സവാള വാരിയിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, പിന്നെ ഈ തൊണ്ടമുളക് കീറിയിട്ടത്, കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ലവണ്ണം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇറച്ചി എടുത്ത് വെച്ചെങ്കിൽ അതിലോട്ടിട്ട് കൊടുക്കാം. ഉപ്പിട്ടാണ് വഴറ്റിയത്. കൊച്ചുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വാടി വന്നപ്പോൾ കഴുകി വെച്ച് മട്ടൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പൊടി ഒരു 1.5 സ്പൂൺ ഇത് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 4 വിസിൽ കത്തിക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ സമയത്തിന് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം. മട്ടൻ ഒരു 5 വിസിൽ കേട്ടപ്പം ഇറക്കി വെച്ച്, എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്, എന്നാലും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി, അരപ്പ് ചേർക്കുന്നത്. ഞാനിത് ഇത്രയും ചേർക്കൂല ചൂടാക്കിയെങ്കിലും. വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് തുറന്ന് നോക്കാം. മട്ടൻ നല്ലവണ്ണം വെന്ത്. ഈ എല്ലിൽ നിന്ന് ഇറച്ചി വിടുമ്പോഴാണ് നമ്മൾ നല്ല വെന്തെന്നറിയുന്നത്. അപ്പം വെള്ളം ചേർക്കൂല. നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ വെള്ളം വീത്താതെ നല്ലപോലെ വറുത്തി കൊടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട്
മല്ലിയിലയും കൂടെ അരിഞ്ഞത്. മട്ടൻ കറി ഇവിടെ റെഡിയായി. എല്ലാവരും വെച്ച് നോക്കണം. അറിഞ്ഞുകൂടാത്തവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.